ഞാൻ അടിപൊളി കുളം കാണിച്ചോ കേട്ടോ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പിന്നെ അതെ, ഇന്നത്തെ വീഡിയോ കുറച്ച് സന്തോഷമുള്ള വീഡിയോ ആണ്. കാരണം ഏകദേശം ഒരു കഴിഞ്ഞ മാസം എനിക്ക് ചൈനയിലെ ഹോങ്കോങ് ബേസ്ഡ് ഒരു കമ്പനിയിൽ മെയിൽ അയച്ചിരുന്നു. എൻ്റെ പറഞ്ഞു, സാറേ നമ്മൾ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് അയക്കുന്നുണ്ട്, പിന്നെ നിങ്ങളുടെ അഡ്രസ്സൊക്കെ വേണമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അവർ പറഞ്ഞു അതല്ല, പിന്നെ ഞങ്ങളൊരു പ്രൊഡക്റ്റ് അയക്കുന്നുണ്ട്, നിങ്ങളിന്ന് ഒന്ന് റിവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, നടക്കില്ല. കാരണം എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്കറിയാം ഞാൻ പ്രൊഡക്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യാറില്ല. ഒരുപാട് ആപ്പ് റിവ്യൂ ചെയ്യാനും ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഒക്കെ റിവ്യൂ ചെയ്യാനൊക്കെ ഒരുപാട് മെയിലും ഓപ്ഷനും എനിക്ക് വരുന്നുണ്ട്. പക്ഷെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാറില്ല. കാരണം അത് നല്ലതാണോ മോശമാണോ നമുക്കറിയില്ല. നമ്മളിപ്പം കാണുന്ന ആപ്പുകൾ മുഴുവൻ ഈ ആപ്പ് കിടുവാണ്, അല്ലെങ്കിൽ ഈ ആപ്പ് നിങ്ങൾ ഉപയോഗിക്കൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുമ്പം എന്നോടുള്ള വിശ്വാസം കൊണ്ട് ചിലപ്പോൾ നിങ്ങളത് ഉപയോഗിക്കും. പക്ഷേ ചിലപ്പം അത് ഫേക്ക് ആണെങ്കിലോ, അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ആപ്പ് ഞാൻ റിവ്യൂ ചെയ്യാറില്ലായിരുന്നു. പക്ഷേ ഇവർ പറഞ്ഞ ഒരു ടോയ് ആണ്, വെള്ളത്തിനിടയിൽ ഉപയോഗിക്കുന്ന ഒരു ഡ്രോൺ ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു ഓക്കെ, മാജിക്ക് കളിക്കാൻ കൊടുക്കാമല്ലോ, ഓക്കെ അയക്കാൻ പറഞ്ഞു. കഴിഞ്ഞ മാസം ഈ മാസം ഓഗസ്റ്റ് 8 അയച്ചു. ഓഗസ്റ്റ് 8 അയച്ചിട്ട് ഇന്നലെ എനിക്ക് സാധനം കൈ കിട്ടി. അപ്പം കോമഡി എന്ന് പറയാൻ ഞാൻ വിചാരിച്ചു ഇത്ര വലിപ്പമുള്ള ചെറിയൊരു ഡ്രോണോ മറ്റോ ആയിരിക്കുന്നത്. മാസീനോട് ഞാൻ പറഞ്ഞു, മാസീന് എനിക്കൊരു തോണിയെല്ലാം വരുന്നുണ്ട്, ബോട്ട് വരുന്നുണ്ട് വെള്ളത്തിലേക്ക് ഓടിക്കാണ്. സാധനം നോക്കുമ്പോൾ വലിയ സാധനം. ഞാൻ പെട്ടിയിൽ ഓപ്പൺ ആക്കി കസ്റ്റംസിൻ്റെ എല്ലാം ക്ലിയറൻസിൽ കഴിഞ്ഞിട്ട് എത്തുന്നത്. പെട്ടിയിൽ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി എന്ത് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ നേരെ ഓടി നമ്മളെ ഇവൻ്റെ അടുത്തേക്ക്, അഖിലിൻ്റെ അടുത്തേക്ക്. അവൻ്റെ അടുത്ത് സാധനം കൊടുത്തു. അവൻ ഒരു ദിവസം ഇരുന്ന് പഠിച്ചു. ഇതാണ് നമ്മുടെ സാധനം. ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവൻ പറഞ്ഞുതരും. കാരണം എനിക്ക് ABCD മനസ്സിലായില്ല. ഇത് ശരിക്കും ചേസിങ് ഇന്നോവേഷൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഗ്ലാഡിയസ് മിനി എന്ന പ്രൊഡക്റ്റ് ആണ്. വെള്ളത്തിന്റെ അടിയിൽ ഉപയോഗിക്കുന്ന ഡ്രോൺ ആണ്. ബാക്കിയൊക്കെ ഇവൻ പറഞ്ഞുതരും. അപ്പൊ ഇത് റിവ്യൂ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ സാധനം എടുത്ത് പുഴക്ക് വന്നിട്ടുണ്ട്. ഏകദേശം 200 മീറ്ററോളം ചളിയിലേക്കൂടെ മണ്ണിലേക്കൂടെ നടന്ന് ഞങ്ങൾ ഇരുട്ടി പുഴയുടെ കരക്കെത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവനോട് ചോദിച്ചേക്കാം. അപ്പം നമ്മളിപ്പം ബോക്സ് ഓപ്പൺ ആക്കാൻ പോകുന്നതാണ്. വലിയ ബോക്സാണ്, ചെറുതൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരു ടവലാണ്. ഞാൻ എൻ്റെ ചെറിയ കുട്ടീൻ്റെ ഡ്രസ്സൊക്കെ എന്തുകൊണ്ട് അവന് തുടക്കാലം വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ടവലാണ്, ചേസിങ് ഇന്നോവേഷനുള്ള. ഇതാണ് ഇതിൻ്റെ സംഭവങ്ങൾ. ബാക്കിയൊക്കെ അവൻ പറഞ്ഞില്ല എന്താന്നുള്ളത്. പറഞ്ഞു ഓരോന്നോരോന്ന് പറഞ്ഞു. ഇതിന്റെ റിമോട്ടാണ്, ഡ്രോണിൻ്റെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഇത് ഡ്രോണിന്റെ കൺട്രോളർ, വയർലെസ് കൺട്രോളർ ആണ്. ഇതിനകത്ത് കേബിൾ കണക്ട് ചെയ്തിട്ട് ഡ്രോണിലോട്ട് കണക്ട് ചെയ്യാം. ഇത് കേബിൾ കണക്റ്റഡ് ആണ് ഡ്രോൺ. സാധാരണ പോലെ കേബിൾ അല്ലാത്ത ടൈപ്പ് അല്ലല്ലേ? അത് റിമോട്ടിലോട്ട് കണക്ഷൻ കേബിൾ അല്ല, വയർലെസ് ആണ്. പക്ഷേ ഈ ഡിവൈസിൽ കണക്ട് ചെയ്തിട്ട് ഡ്രോണിലോട്ട് കേബിൾ കണക്റ്റഡ് ആണ്. അതിന്റെ കേബിളാണ് ഈ കാണുന്നത്. ഇത് മൊബൈൽ ഹോൾഡർ, ചാർജർ, USB കേബിൾ, മൊബൈൽ ഹോൾഡറിന്റെ ക്ലാമ്പ്. ഇത് സീ വാട്ടറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അഡീഷണൽ വെയിറ്റ്. ഓക്കെ, സീ വാട്ടറിൽ വെയിറ്റ് കൂടുതൽ ഇടാൻ വേണ്ടിയിട്ടില്ല, ഒളിച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട്. സീ വാട്ടറിൽ കുറച്ച് കൂടുതൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓക്കെ, ഇതാണ് നമ്മുടെ മുതൽ. ഞാൻ മുതലിനിന്ന് പുറത്തെടുത്തിട്ട് സാധനം ചെറിയൊരു ബോട്ട് എക്സ്പെക്ട് ചെയ്ത് എൻ്റെ മുമ്പിൽ എത്തിയ സാധനമാണിത്. ഇവനെടുത്ത് പൊക്കുമ്പോൾ അതിന്റെ എത്ര വലിപ്പമാണെന്ന് അറിയാം. ഇതുണ്ടോ, ഇത്രയും വലിയൊരു മുതലാണ്. ഇതിന്റെ മുകളിൽ എന്തൊക്കെയുള്ളതെന്ന് പറഞ്ഞേ? ഇതിന്റെ കണക്ടർ, കൺട്രോളർ കണക്ട് ചെയ്യുന്ന വയർ കണക്ട് ചെയ്യുന്നില്ല. പിന്നെ 4-5 മോട്ടോഴ്സ് ഉണ്ട്. മെയിൻ പ്രൊപ്പൽഷൻ സിസ്റ്റം പുറകിൽ 2 പിന്നെ അപ്പ് ആൻഡ് ഡൗൺ കൺട്രോൾ ചെയ്യുന്നത് 3 കൺട്രോളേഴ്സ് ഉണ്ട്. ഓക്കെ, പിന്നെ ഫ്രണ്ടിൽ അത് 4K ക്യാമറ, പിന്നെ 2 LED ലൈറ്റ്സ്. അത് അത്യാവശ്യം വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ലൈറ്റ് ആണ്. ഇത്രയാണുള്ള സംഭവങ്ങൾ. എങ്ങനെ ഇതിന്റെ പ്രവർത്തനം പറഞ്ഞു? എങ്ങനെ നമ്മൾ സംഭവം വെള്ളത്തിൽ എങ്ങനെ എത്ര ദൂരം പോകും? 100 മീറ്റേഴ്സ് ആണ് കേബിൾ കോട്ട് ലെങ്ത്. കേബിളിന്റെ ലെങ്ത് വരെ യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് കമ്പനി പറയുന്നത്. പിന്നെ 2 മണിക്കൂറോളം ഫുൾ ചാർജിൽ ബാറ്ററി കിട്ടും. ഇതിന്റെ 1 സൈഡ് കൺട്രോളറിലോട്ട് കണക്ട് ചെയ്യുന്നു, അടുത്ത സൈഡ് ഇവിടെ ഡ്രോണിന്റെ മുകളിൽ കണക്ട് ചെയ്യുന്നു. ഈ വയറിന്റെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇതാണ് വയർലെസ് ആയിട്ട് വരുന്നത്. ഇതിനകത്താണ് വയർലെസ് ട്രാൻസ്മിഷൻ വരുന്നത്. അത് വെള്ളത്തിനടിയിൽ വയർലെസ് ട്രാൻസ്മിഷൻ വർക്ക് ചെയ്യില്ല. അതുകൊണ്ടാണ് കമ്പനി അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഡ്രോണിന്ന് വെള്ളത്തിന് പുറത്ത് വയ്ക്കാൻ വേണ്ടിയുള്ള ഒരു യൂണിറ്റ് ഡ്രോൺ വർക്ക് ചെയ്യുന്നത് കോഡഡ് ആണ്, കേബിൾ വഴിയാണ്. ഓക്കെ ഓക്കെ, കൺട്രോള് അതിൻ്റെ കൺട്രോൾ. ഇതിങ്ങനെ ഫിറ്റ് ചെയ്യുന്ന സാധനങ്ങൾ മൊബൈൽ ഹോൾഡർ ചെയ്യുന്നത്.
ഇവിടെയാണ് നമ്മൾ മെമ്മറി കാർഡ് ഇടുന്നത്, ഈ സൈഡിൽ. ഇവിടെ HDMI സ്ലോട്ടും ഉണ്ട്. നമ്മുടെ വീഡിയോസ് എല്ലാം അതിൽ റെക്കോർഡാവും. ഇനി നമ്മൾ ഈ സാധനം ഈ പുഴയിൽ ഇറക്കി നോക്കല കേട്ടോ. പിന്നെ പുഴ നല്ല കലക്ക് വെള്ളമാണ്. ഇപ്പം നമ്മൾ കുറേ നോക്കി, നല്ല വെള്ളം കിട്ടാൻ ഒരു വഴിയില്ല. പിന്നെയുള്ളത് നമ്മളെ വീട്ടിലെ കിണറാണ്, ചുമ്മാ തല്ലിടുന്നതുകൊണ്ട് കിണറ്റിൽ ഇറക്കാൻ പറ്റുന്നില്ല. കാരണം രാവിലെയൊക്കെ മഴ പെയ്തിരുന്നു, അതുകൊണ്ട് ചെറിയൊരു കലക്ക് വെള്ളമാണ്. പക്ഷെ വെള്ളത്തിൻ്റെ അടിയിൽ കുറച്ചും കൂടി ക്ലിയർ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഈ ഡ്രോണ് ശരിക്കും ലീഗലാട്ടോ. മറ്റേ ഈ സാധാരണ ഡ്രോണുകൾ ആകാശത്ത് പറക്കുന്നത് അതൊക്കെ ഇല്ലീഗലാണ് ചില സ്ഥലങ്ങളിലൊക്കെ. പക്ഷെ ഇതിനൊന്നും കുഴപ്പമില്ല, വെള്ളത്തിൻ്റെ അടിയിൽ എന്തായാലും വിമാനങ്ങളൊന്നുമില്ല. പിന്നെ മുങ്ങിക്കപ്പലൊക്കെ വന്നാൽ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. നമുക്ക് അതിൽ ഇറക്കി നോക്കാം. വെള്ളത്തിലെ കാഴ്ചകൾ കാണാം കേട്ടോ. അപ്പം നമ്മളങ്ങനെ വെള്ളത്തിൽ ഇറക്കാൻ പോവുകയാണ്. ഏകദേശം 50 മീറ്റർ വയർ ഇവിടെ വലിച്ചിട്ടിട്ടുണ്ട്. മുഴുവൻ വലിച്ചിട്ടില്ല കേട്ടോ. നല്ല ചളിയാണല്ലോ, ചളിയിൽ പൂണ്ടു പോവാ. ലൊക്കേഷൻ മാറ്റേണ്ടി വരുമോ? അങ്ങനെ ഐശ്വര്യമായിട്ട് വെള്ളത്തിൽ വെച്ച് അപ്പു അയ്യവാ, എന്തൊക്കെയോ സംഭവിക്കരുത്. അല്ലാ, ചളി നല്ല ചളി. ഒരുപാട് മുമ്പോട്ട് തള്ളണോ? എൻ്റെ കാല് വരെ താണു. ഇപ്പൊ സാധനം പോകുന്നുണ്ട്. വയറൊന്ന് അൺലോക്കാൻ നിൽക്കുമോ? പോകാൻ തുടങ്ങി. സാധനം സൂപ്പറായിട്ട് പോകുന്നുണ്ട്. ഇവിടെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ടോ. പിന്നെ വയറ് ഞാൻ പറഞ്ഞു നേരത്തെ കുറച്ചെടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ആ വയറിനെ കൊണ്ട് അങ്ങ് വിടാൻ വെച്ചു. വയറ് നല്ലത് നോക്കണേ, കുടുങ്ങുന്നുണ്ടോ എന്ന് നോക്കണം. വെള്ളത്തിന് അടിയിലാണ് സാധനം ഉള്ളത്. ക്യാമറ നമുക്ക് ഇവിടെ കാണാം. റെക്കോർഡ് ചെയ്തോടാം. റെക്കോർഡ് ചെയ്തിട്ട് ഒരു സൈഡ് ഇട്ടോ. ചളിയായതുകൊണ്ട് ഒന്നും കാണുന്നില്ല. ഒന്നും കാണുന്നുണ്ടോ? ഡീറ്റെയിലായിട്ട് നോക്കി കാണാൻ പറ്റും. പക്ഷെ അതിപ്പോ ലൈറ്റ് അതുകൂടെ വെള്ളത്തിൽ ഇറക്കിയിട്ടേ മൊത്തം ചളിയാണ്ട് ഒന്നും കാണില്ല. അപ്പം നിങ്ങൾ വെറുതെയെങ്കിലും ആ വെള്ളത്തിൻ്റെ അടിവശത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നിട്ട് ശശിയായി പോലോ. പിന്നെ ഡ്രോണാണെങ്കിൽ കംപ്ലീറ്റ് ചളിയിൽ ഇങ്ങനെ മുങ്ങി പോയത്. അപ്പം നമ്മളിപ്പോൾ ഇവിടുന്ന് നേരെ ഒരു 6 കിലോമീറ്റർ പോയി കഴിഞ്ഞൊരു കുളമുണ്ട്, ഒരു പറമ്പിൽ. കുളത്തിൽ വെള്ളം ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. നമുക്ക് ആ കുളത്തിലൊന്ന് പോയി നോക്കാം അല്ലേ. കാരണം നമ്മൾ വെറുതെ ശശിയായി പോകും. സാധനങ്ങളൊക്കെ ഇവിടെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഡ്രോണ് മാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളേതായാലും വെള്ളത്തിലിറക്കുക, തുടച്ചിട്ട് പിന്നെ കയറ്റാൻ വെച്ചു കേട്ടോ. നമുക്ക് നേരെ വിടാം പുന്നാട് നമുക്കൊരു പറമ്പിലെ കുളത്തിലേക്ക്. അപ്പോൾ നമ്മളിപ്പോൾ പുന്നാടെത്തി. ഒരാളെയും കൂടെ കൂട്ടിയില്ല, ഒരു അസിസ്റ്റന്റിനെയും കൂടെ കിട്ടിയിട്ടുണ്ട്. അനുപ ഒന്ന് തിരിഞ്ഞു നോക്കോ. ഡ്രോണ് പൊക്കിയിട്ട് നമ്മൾ പോകുന്നുണ്ട്. ഇത് ശരിക്കും ഇവിടെ ഒരു കുളം കേട്ടോ. നമ്മൾ പണ്ടെല്ലാം കുളിക്കാൻ പോയിരുന്ന ഒരു പറമ്പിലുള്ള കുളമാണ്. അപ്പം എന്താ അവസാനം അറിയില്ല, ഞാൻ എപ്പോഴോ വന്നതാ. ഇപ്പൊ അടി കുളമാവുമെന്ന് കണ്ടറിയണം. മാറ്റിയത് ഫുള്ള് ചെളി, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. കാരണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ വൃത്തിക്ക് ചെയ്യണം, എത്ര മെനക്കെട്ടിട്ടായാലും കുഴപ്പമില്ല. അപ്പം നിങ്ങൾ കണ്ടോ, നമുക്ക് വേണമെങ്കിൽ ആ ചളിവെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ വന്നിട്ട് കാര്യമില്ല. നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അതിൻ്റെ പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. പക്ഷെ ആ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല അതിൻ്റെ പുറകിൽ അണിയറിൽ എത്രത്തോളം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്നില്ലേ. ഓക്കെ, അപ്പം എന്താ പറയാ, കുറച്ച് കഷ്ടപ്പെട്ടല്ലേ നല്ല കാര്യങ്ങൾ കിട്ടുമെന്ന് പറയുന്നില്ലേ. സംഭവം അതുപോലെ തന്നെ കേട്ടോ. നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഒരു വന്ന മുതലായി കാണും. ഈ ലൊക്കേഷൻ നോക്കി നിങ്ങൾ, നല്ല തെളിർച്ചയുള്ള വെള്ളവും എന്താ പറയാ, സൂപ്പറല്ലേ. ഇതൊരു പറമ്പിന്റെ നടുവിലെ കുളം കേട്ടോ. നല്ല വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സെറ്റപ്പോ. അവിടെ ചെറിയ 2 വാട്ടർഫോൾസിന് ചെറുതുണ്ട്, ഇത്ര വീതിയിലുണ്ട്. അവിടുന്ന് ഇത്രയും വീതിയിൽ വരുന്നുണ്ട്. ഈ കാണുന്ന ഉറവയാട്ടോ, വെള്ളച്ചാട്ടം വരുന്ന ഉറവയാണ്. വെള്ളത്തിനടിയിൽ തന്നെ നമ്മൾ പ്രൊഡക്റ്റ് ചെയ്തുപോലെ തന്നെ വയറിങ്ങനെ സെറ്റാക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇനി നമുക്ക് വെള്ളത്തിലെ കാഴ്ചകളിലേക്ക് കിടക്കാം.
സംഭവം സൂപ്പറായിട്ട് പോകുന്നുണ്ട്. നേരത്തെ പറയുന്നില്ല, ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്തെല്ലാന്നുള്ളത്. വാവ്, വെള്ളത്തിന് അടിവശാട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. ക്യാമറ വെള്ളത്തിൽ ചാടുമ്പോൾ ക്യാമറ നേരം വെള്ളത്തിൽ ചാടണ്ടേ, നമുക്ക് ചാടാമല്ലോ. അപ്പൊ ഇവിടെ റെക്കോർഡ് എടുക്കുന്നു കേട്ടോ. അടിപൊളി പ്ലേസ് ആണ്. നല്ല അടിപൊളി, എന്താ പറയാ, നമ്മൾ നട്ടച്ച് വേണ്ടിട്ട് വരാൻ പറ്റിയ പ്ലേസ് കേട്ടോ. ആ നല്ല എടുപ്പാ. നമ്മളോരോ ചങ്കുകളും പോലുണ്ട്, പക്ഷെ അവർ അണ്ടർവെയറിലായതുകൊണ്ട് കാണിക്കാം കേട്ടോ. ഓ ക്യാമറ ആണോ? നമ്മളങ്ങനെ സാധനങ്ങളിലും പാക്കാക്കി കുളത്തുനിന്ന് കയറി. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, നമ്മൾ വെറുതെ ആ പുഴയിൽ ഒരുപാട് കറക്കിയിട്ട് ബാറ്ററി വെറുതെ ഡ്രൈ ആയിപ്പോയി. കാരണം ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ചാർജ് ചെയ്തിട്ടായിരുന്നു. അപ്പം നൈസാട്ടോ. പിന്നെ ക്യാമറ തന്നെ, അതിൻ്റെ മെയിൻ ക്യാമറ ആ ബാറ്ററിയുടെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ ഇവൻ്റെ മൊബൈൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്തു കേട്ടോ, അധികം സീനും. പിന്നെ വേറെ നീ പറ, എന്താ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, സ്പെസിഫിക്കേഷൻസ് എല്ലാം എങ്ങനെയുള്ളതെന്നല്ലേ? അത് ഓടിക്കുന്നത് സാധാരണ ഡ്രോൺ ഓടിക്കുന്നത് പോലെ തന്നെയാണ്. നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ക്യാമറ അതിനകത്ത് ജിമ്പലൊന്നുമില്ല, എങ്കിൽ പോലും നമുക്കത് ക്യാമറ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. പിന്നെ ചാർജിങ് അല്ല, ചാർജ് തീർന്നു പോയിരുന്നു ഇടയ്ക്ക് ഓടിക്കുമ്പോൾ. അത് അതിനകത്ത് വാർണിംഗ് സ്ക്രീനിൽ കൃത്യമായിട്ട് കാണുന്നുണ്ടായിരുന്നു. പിന്നെ 5% താഴെ പോയി കഴിഞ്ഞാൽ റിക്കവറി ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കോർഡിംഗ് ഓഫ് ചെയ്തതാണ്, കൂടുതൽ പവർ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ട്. അത് കാരണം അത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വരല്ലാതെ ഓടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ റിക്കവർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. എങ്കിലും കേബിൾ കാരണം വലിച്ച് കയറ്റാം. അപ്പോൾ അതുകൊണ്ടാണ് റെക്കോർഡിംഗ് കട്ടായിട്ടുള്ളത്. പിന്നെ ഡിസ്റ്റൻസ് 100 മീറ്ററോളം പോകാമെന്ന് പറയുന്നുണ്ട്. അത് കേബിളിൻ്റെ ലെങ്ത്ത് അത്രയേ ഉള്ളത് കൊണ്ടായിരിക്കാം. അതിൽ കൂടുതൽ പോകുന്നതിന് ലെങ്ത്ത് പ്രശ്നമില്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ആകെ ഒരു പ്രശ്നം കണ്ടത്, കേബിൾ എവിടെയെങ്കിലും കുടുങ്ങിയാൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്തായാലും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമല്ല. എന്തായാലും പവർ ഓഫ് ആയാലും ഈ സാധനം ഫ്ലോട്ട് ചെയ്ത് തന്നെ ഇരിക്കുന്നത്, വെള്ളത്തിൽ പൊങ്ങിയായിരിക്കുന്നത്. അത് പവർ പോയ സമയത്ത് പവർ ഓഫ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ വെള്ളത്തിന് മുകളിൽ പൊങ്ങിയാണ് കിടക്കുന്നത്. അപ്പം ഇൻ കേസ് അഥവാ പവർ പോയാലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും വെള്ളത്തിന് മുകളിൽ പൊങ്ങി കിടന്നോളും. നമുക്ക് കേബിൾ കൊണ്ട് തന്നെ വലിച്ച് തിരിച്ച് കയറ്റി എടുക്കാൻ പറ്റും. അപ്പോൾ ഓവറോൾ ക്വാളിറ്റി എന്ത് തോന്നി? കണ്ടിട്ട് നല്ല ഫിനിഷ്ഡ് ആയിട്ട് പ്രൊഡക്റ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. നല്ലൊരു എന്താ പറയുക, അത്യാവശ്യം നല്ല ഇതിൽ അണ്ടർ വാട്ടർ ഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു ടൈപ്പ് സാധനമാണ്. നമുക്ക് ഇപ്പോൾ ഗോപ്രോ യൂസ് ചെയ്യുന്നു, ഇപ്പോൾ ഒരാൾ ഇറങ്ങി ചെന്ന് കൂടെ നിന്നിട്ടൊക്കെ ഷൂട്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് ഡ്രോൺ അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ, പറക്കുന്ന ഡ്രോണുകൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് വെള്ളത്തിനടിയിലുള്ള ഷൂട്ടിംഗ് ഒക്കെ ചെയ്യാൻ കുറേയും കൂടെ ആപ്റ്റാണ്.
അതുപോലെ ഈ ഇപ്പം നമുക്കറിയാം നമ്മുടെ പുഴയിൽ തന്നെ ഓരോ ആൾക്കാർ മുങ്ങി മരിച്ചു കഴിഞ്ഞാൽ നിന്നെ വിളിക്കലുണ്ട് ഡ്രോണിൽ തപ്പിയെടുക്കാൻ വേണ്ടി. നിങ്ങളിപ്പം വെള്ളത്തിന് പുറത്താണ് കാണുന്നത്. അപ്പം നമുക്ക് വെള്ളത്തിന് അടിയിലൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ടെങ്കിൽ ഇറങ്ങിയിട്ട് നോക്കാൻ പറ്റില്ല. നോക്കാൻ പറ്റും, പക്ഷെ ഇത് വെള്ളം കലങ്ങിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതുപോലുള്ള ബുദ്ധിമുട്ടുണ്ടാവും. തെളിഞ്ഞ വെള്ളമാണെങ്കിൽ പ്രശ്നം കേട്ടോ. സാധനം ഏതായാലും അടിപൊളി. പിന്നെ വെറുതെ ഇട്ടുകൊണ്ട് പറയുന്നില്ല, നല്ല പ്രൊഡക്റ്റ്. ഞാൻ ഇത്രയൊന്നും എക്സ്പെക്ട് ചെയ്തില്ലേ. പിന്നെ എന്താ പറയുക, ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവരുടെ വെബ്സൈറ്റ് ലിങ്ക് കൊണ്ട് നിങ്ങളൊന്ന് ഓപ്പൺ ആക്കി നോക്കിയാൽ കേട്ടോ. ചേസിംഗ് ഇന്നോവേഷന്റെ ഗ്ലാഡിയസ് മിനി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ്. ഏകദേശം 1,20,000 രൂപ റേഞ്ചിലാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. കാരണം ഇനി കസ്റ്റംസ് ക്ലിയറൻസിന്റെ ആ ഒരു ബില്ലിങ്ങിൽ കണ്ട റേറ്റ് അത് 1,10 അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ റേറ്റ് പറഞ്ഞത്. അവർ വെബ്സൈറ്റ് കയറി നോക്കിയാൽ ഒരു സാധനം കാണാം. നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് തോന്നിയാൽ നിങ്ങൾ വാങ്ങിക്കോ. ഉപയോഗപ്പെടില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ വെറുതെ വാങ്ങിയിട്ട് അറിയില്ലോ. ഈ പറഞ്ഞ പോലെ അണ്ടർ വാട്ടർ ഷൂട്ട് ചെയ്യുന്നത് ഇപ്പം ലക്ഷദ്വീപ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ആൾക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ടൂറിസ്റ്റ് ആയിട്ട് പോകുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അതുപോലുള്ള ആക്ടിവിറ്റീസിൽ പിന്നെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആണ്. കടലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ എക്സ്ട്രാ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ അതിലുണ്ട്. നല്ല പ്രൊഡക്റ്റാണ്. പ്രൊഡക്റ്റ് നല്ല ഫസ്റ്റ് ക്വാളിറ്റി, നല്ല ക്വാളിറ്റി, അങ്ങനെ എനിക്ക് പറയാൻ പറ്റും. പിന്നെ ഈ കുളം മനസ്സിലുണ്ട്, എനിക്കറിയാം. കുളം പുന്നാട് ഭാഗത്തുള്ള കുളമാണ്, വെടിക്കെട്ട് കുളമാണ്. മീത്തല പുന്നാട് വന്നാൽ അവിടെ ആരോട് വെച്ചാലും പറഞ്ഞു കേട്ടോ. ടൂറിസ്റ്റ് പ്ലേസ് എന്നല്ല, ഇവിടുത്തെ ലോക്കൽസ് മാത്രം വന്ന് കുടിക്കുന്നതാണ്. നല്ല തെളിമയിൽ നല്ല വെടിക്കെട്ട് വെള്ളം, അടിപൊളി. അതാണ് വെള്ളത്തിൽ ഞാൻ ഇതേ ഇട്ട ഡ്രസ്സ് തോർത്ത് വരെ ഞാൻ എടുത്തിട്ടില്ല, എന്നിട്ടും ഞാൻ എടുത്തുള്ളാൻ കാരണം ആ കുളത്തിന്റെ രസം കണ്ടിട്ടാണ്. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ നിങ്ങൾ എന്താ പറയുക, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിങ്ക് കാണാം. നിങ്ങളത് ഓപ്പൺ ആക്കി നോക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്യേണ്ട ലിങ്ക്. നിങ്ങൾ പ്രൊഡക്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. പറ്റുമെങ്കിൽ റിവ്യൂ എല്ലാം കൊടുക്കുക. പിന്നെ ഞാനിപ്പോൾ ഈ പ്രൊഡക്റ്റ് ഇവൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്, കാരണം എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇവനെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്ക് എപ്പോഴെങ്കിലും നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് എടുത്തിട്ട് പോകും, അതല്ലേ നല്ലത് അല്ലേ. പിന്നെ ഹെവി ബാഗൊക്കെ ഉണ്ട് കേട്ടോ, ഭയങ്കര ഹെവി ബാഗാണ്. ആ ബാഗ് വേണം ഞാൻ ഉപയോഗിക്കാൻ പറ്റുമോ നോക്കട്ടെ. വാട്ടർ പ്രൂഫ് ബാഗൊക്കെ ഉണ്ട്. അപ്പോൾ ശരി ഗൈസ്, എല്ലാവരോടും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ. നല്ല ഉഷാറും വീഡിയോ ആയിട്ട്. ഇനി ആരെങ്കിലും ഗിഫ്റ്റൊക്കെ അയച്ചാൽ ആ ഗിഫ്റ്റ് ഓപ്പണിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.